ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് 2 പ്രാവശ്യവും ഓഡിയോയിൽ ഇഷ്യൂസ് കാരണം ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്ലോഡ് ചെയ്തതിലും പ്രശ്നം ഉണ്ടായിരുന്നു. സോ 9 മണിയായിട്ടുണ്ട്, എന്നിട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. സോ വളരെ കുഞ്ഞൊരു സെഷനായിട്ട് കൊണ്ടുവരാം. ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള വലിയൊരു സെഷൻ നമുക്ക് നാളെ വൈകുന്നേരം ഞാൻ ഷെയർ ചെയ്യാം, ഇല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്കുള്ളിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത്, ബഡ്ജറ്റ് വളരെ എന്താ പറയുക, ഒരു കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ്. ബഡ്ജറ്റ് ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ശക്തമായി താഴേക്ക് വീഴുന്നിട്ടാണ് വീണ്ടും അത് മേളിലേക്ക് കയറി പോകുന്നത്. സോ പെട്ടെന്നൊരു സ്ട്രെയിറ്റ് ഗെയിൻ അല്ല അവിടെ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്ന ഇതാണ്, മാർക്കറ്റ് നമ്മളെ ട്രേഡിംഗ് ഐഡിയ എന്ന് പറയുന്നത് 25,240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25,350, 350ക്ക് ശേഷം 440, 520, 600 എന്നിങ്ങനെയാണ് നമ്മുടെ ലെവൽസ് നമ്മൾ കീപ്പ് ചെയ്തിരുന്നത്. എന്നാലും മാർക്കറ്റ് ആദ്യത്തെ ദിവസം 2 ദിവസത്തിന് മുന്നേ 350 ഹിറ്റ് ചെയ്തു. 2 പ്രാവശ്യം ഓപ്പൺ ചെയ്ത് 350, എന്നിട്ട് 240 ഹിറ്റ് ചെയ്തു. അതായത് ഇതിങ്ങനെ ഇറങ്ങുവാണ്. 240 എല്ലാ പ്രാവശ്യവും ടച്ച് ചെയ്യാണ്. തിരിച്ച് വീണ്ടും 350, തിരിച്ച് വീണ്ടും 240ക്ക് താഴെ വന്നു, തിരിച്ച് വീണ്ടും 350, വീണ്ടും 240ക്ക് താഴെ വന്നു. ഇത് ഇപ്പോൾ 350 വന്നു, 350ന്ന് വീണ്ടും 440 വന്നു. ഇന്ന് ഓപ്പൺ ചെയ്യുക മോസ്റ്റ്ലി ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. 300, 280 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത ഈ ഒരു ലൈനിൻ്റെ തൊട്ട് താഴെയാണ്. അപ്പോൾ താഴെയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഇത് റീടെസ്റ്റ് ചെയ്തേക്കാം 240, എന്നിട്ട് വീണ്ടും 350, 440 വന്നേക്കാം. എന്നാൽ ഇതിലെ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഇതേ പാറ്റേൺ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് തിരിച്ച് വീണ്ടും 25, ചിലപ്പോൾ 100 ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ചെയ്യുകയാണ്, ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ചിലപ്പോൾ ഇതിനിടയിൽ ഇത് താഴേക്ക് പോയി 25,000 ഇല്ലെങ്കിൽ 25,100 ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ. മാർക്കറ്റ് ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് വലിയ വോളറ്റാലിറ്റി ഉണ്ട്. സോ ഒരു വോളറ്റാലിറ്റി അവിടെ ഞാൻ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിക്ക് ഒരു കുഴപ്പമില്ല, ഇതിൽ നല്ല മൊമെൻ്റ് കിട്ടും, നല്ല ലാഭവും, നല്ല വൈഡ് SL വെച്ച് വൈഡ് ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ബിഗിനറിന് ഇത് അത്ര ശുഭകരമാവാനുള്ള സാധ്യതയില്ല. ബഡ്ജറ്റിൽ നമുക്കൊരു ബുള്ളിഷ് സ്റ്റാൻഡ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആയിട്ടുള്ള ഏരിയയിൽ വന്നെങ്കിലും ഇന്നിപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് താഴെ ഇപ്പോൾ ഇതിന് ഫസ്റ്റ് ക്യാൻഡിൽ എപ്പോഴും ഭയങ്കര വോൾട്ടൈലിറ്റി ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ അതുപോലെ ഇന്നത്തെ ക്യാൻഡിലും ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകിൽ ഇത് ശക്തമായി ഒറ്റ ക്യാൻഡിൽ കയറി പോകാം, ഇല്ല എന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ട് തിരിച്ച് വീണ്ടും സ്ലോലി റിക്കവർ ചെയ്തേക്കാം. ചിലപ്പോൾ ഇവിടേക്ക് നിന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം കിട്ടാം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് മനസ്സിനകത്ത് ഇപ്പോൾ കിടക്കുന്നത്. എന്താണെങ്കിലും മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നോ അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുക. സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. നിഫ്റ്റി സ്റ്റിൽ സൈഡ് വേസ് ആണ്, പക്ഷേ ഈ ഒരു പോസിറ്റിവിറ്റിയാണ് മനസ്സിനകത്ത് കിടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് കമ്മിങ് ടു ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റോ ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. ഇതൊരു ട്രയാങ്കിൾ വന്നപ്പോൾ തന്നെ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ കൺഫ്യൂഷൻ ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. സോ സപ്പോർട്ടീവ് ഏരിയ എന്ന് പറയുന്നത് 920 റേഞ്ചിലായിരുന്നു. ആ സപ്പോർട്ടീവ് ഏരിയ നിൽപ്പുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാമെന്നുള്ള 1900 താഴെ ചെറിയ 1-2 ടാർഗറ്റ്സ് അവിടെ ഉണ്ട്. സോ ഈ ഒരു ലെവലിൽ നോക്കാം. ഇല്ല, ക്യാൻഡിൽ തിരിച്ച് വന്ന് ക്ലോസ് ചെയ്യുന്ന 5944 മേളിലാണെന്നുണ്ടെങ്കിൽ അടുത്ത് 2 ടാർഗറ്റ്സ് ഉണ്ട്. 84, 6000 മേളിലേക്കൊക്കെ കയറി പോകാനുള്ള സാധ്യതയുണ്ട്. സോ താഴേക്കാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് താഴേക്കുള്ള ലെവൽസ് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ലെവലിൽ ഞാൻ ഈ വരച്ചിട്ടിട്ടുണ്ട്. മേളിലേക്കാണെങ്കിൽ ഞാനിവിടെ ഓൾറെഡി മേളിലേക്കുള്ള ലെവൽസ് വിട്ടിട്ടുണ്ട്. ഒന്ന് നിർത്തി വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം. ഓക്കെ, അടുത്തത് നാച്ചുറൽ ഗ്യാസിലാണ്. നാച്ചുറൽ ഗ്യാസും സെയിം ഇത് തന്നെയാണ്. ഒരു ചെറിയൊരു സൈഡ് വേസ് പ്ലസ് ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴത്തെ ലെവലിൽ നിൽക്കുകയാണ്. സ്റ്റിൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. സോ ഇതെങ്ങാനും ഇവിടെ നിന്നിട്ട് തിരിച്ച് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ 356, 364 ആണ് അടുത്ത ലെവൽസ് എന്ന് പറയുന്നത്. താഴേക്കാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോയാൽ 344 ഓർ 336 പോകാനുള്ള സാധ്യതയുണ്ട്. സോ നാച്ചുറൽ ഗ്യാസ് ഒന്ന് കാം ഡൗൺ ആവുകയാണ്, നോക്കാം.
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. നല്ല